പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ദൈവം ഉണ്ടെങ്കിൽ പിശാചും ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ എല്ലാം ഉണ്ട്. മനസ്സിലായോ? കുറച്ച് ടൂൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അതിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. യൂണിവേഴ്സൽ എനർജി നമുക്ക് എല്ലാത്തിനും ഒരു റൈറ്റ് ടൈം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ടൈമിൽ നമ്മൾ റൈറ്റ് ടൈം ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ട കാര്യം. മനസ്സിലായി? പാസ്റ്റ് ലൈഫ് ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, സോ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ. ഇവൻ നമ്മുടെ അമ്മയൊക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളാണ്. ഇൻഫിനിറ്റ് ബീങ് ആണ്. അതായത് നമുക്ക് ഭയങ്കര ശക്തി, നമ്മുടെ ചിന്തയ്ക്ക് ഭയങ്കര ശക്തിയാണ്, അല്ല നമുക്ക് ഭയങ്കര ശക്തിയാണ്. നമ്മൾ എന്ത് എഴുതിയാലും അതിനെ മാറ്റി എഴുതാൻ നമുക്ക് പറ്റും. അതാണ് നമ്മുടെ ചിന്തയുടെ ശക്തി എന്ന് പറയുന്നത്. അമേസിംഗ് വേൾഡിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകൾ വാരിക്കോരി തരിക. ഇന്ന് നമ്മളൊപ്പം ആക്സസ് ബാറിൻ്റെ മറ്റൊരു പുതിയ വിശേഷങ്ങളും പുതിയ ടെക്നിക്സും പഠിക്കാനായിട്ടാണ്. എന്നാൽ നമുക്ക് അതിലേക്ക് പോകാനുള്ള കാരണങ്ങൾ തിരക്കിക്കൊണ്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്പയർ ആകുമെന്നുള്ള വിശ്വാസമാണ്. നമുക്ക് മേഡത്തിന് സ്വാഗതം ചെയ്യാം. ദീപ മേഡം, സ്വാഗതം. മേഡം എങ്ങനെയാണ് ഈ ഒരു ആക്സസ് ബാറിലേക്ക് എത്തിയത്? കാര്യം നമ്മളൊക്കെ ഇവിടെ ഒരു കാലഘട്ടം വരെ ഒരു 80s 70s അല്ലെങ്കിൽ 90s ഉള്ള ആളുകളാണ്. അപ്പം രാമായണം, മഹാഭാരതം അങ്ങനെയൊക്കെയുള്ള വായിച്ചിട്ടുണ്ട്. പിന്നെ പള്ളിയിൽ പോകുന്നത് കൃത്യമായിട്ട് സൺഡേ സ്കൂളിൽ പോകുന്നവരാണ്. അല്ലെങ്കിൽ പിന്നെ മറ്റ് മതത്തിലുള്ളവരായിരുന്നാലും അവർ അതിൻ്റേതായിട്ടുള്ള മത അനുഷ്ഠാനങ്ങൾ ജീവിച്ചു പോകുന്നവരാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്തൊരു വ്യത്യാസമാണ്? പെട്ടെന്ന് എനിക്കൊരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ എനിക്ക് അതിൽ പോയാൽ ചേഞ്ച് കിട്ടും എന്ന് എങ്ങനെയാണ് മാഡത്തിന് തോന്നിയത്? ചേഞ്ച് ഒന്നും അല്ലായിരുന്നു. എൻ്റെ ലൈഫിലായിട്ട് ലാസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞ സെറ്റ് ചെയ്ത കാര്യമാണ്. അതെല്ലാം വായിച്ച് കഴിഞ്ഞാണ് ആക്സസിലേക്ക് എത്തുന്ന കാര്യം. ഓക്കെ, കാരണം ഞാൻ എൻ്റെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ സെക്കൻഡ് ഡെലിവറി എന്ന് പറഞ്ഞാൽ കോവിഡ് ടൈമിലാണ്. അപ്പം ഹസ്ബൻഡ് ബാങ്കറാണ്, അദ്ദേഹം ഗോവയിലായിരുന്നു. അപ്പം ഞാൻ തന്നെ പിന്നെ ഹസ്ബൻഡ് വീട്ടിൽ. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള കാര്യം എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അന്നേരം കൊച്ചിനെ കൊണ്ട് തന്നെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഇതൊക്കെ ഞാൻ തന്നെ 60 കഴിഞ്ഞുള്ള ആൾക്കാരെ കയറ്റില്ല. പിന്നെ നമുക്ക് സെർവൻ്റ് ഉണ്ടായിരുന്നു, അവരോട് തന്നെ പോവുക, കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ കൂടെ ഞാൻ ബിസിനസ്സും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം രാത്രിയിലൊക്കെ എനിക്ക് ഉറക്കളച്ച് കുറേ കാര്യങ്ങൾ ചെയ്യണം. അപ്പം എനിക്ക് ഉറക്കമില്ല, ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആകാൻ തുടങ്ങി. പക്ഷേ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് ഇറ്റ് വാസ് ഓക്കെ, കാരണം അമ്മയുണ്ടായിരുന്നു, സെർവൻ്റൊക്കെ ഓക്കെ ആയിരുന്നു. ഓക്കെ, പക്ഷേ അവിടുന്ന് എൻ്റെ ഒരു വീടിൻ്റെ ഒരു ഇതിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ വെച്ച് എല്ലാം കംപ്ലീറ്റ് എല്ലാം മാറുവാണ്. ഞാൻ ഭയങ്കരമായിട്ട് പോസസീവ് ആവുന്നു, എൻ്റെ ക്യാരക്ടർ മൊത്തം മാറുന്നു. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് മനസ്സിലാവുന്നു ചേഞ്ചസ്. അപ്പം ഞാൻ പറഞ്ഞ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം കൈവിട്ട് പോകും. ലാസ്റ്റ് മൊമെന്റിൽ ഓക്കെ എല്ലാം പോകുന്നു, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആവുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കുന്നില്ല. ഞാൻ മുമ്പേ പറഞ്ഞ എല്ലാവർക്കും ഞാൻ കൺഗ്രാജുലേഷൻസ് അയക്കുന്നു, എനിക്കൊരു സക്സസ് സ്റ്റോറി അവിടെ പറയാനില്ല. ഓക്കെ, സോ അങ്ങനെ വർഷങ്ങൾ 1-2 വർഷങ്ങൾ കഴിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഒരു കൊളീഗ് ത്രൂ അറിയുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ണർ ത്രൂ അറിയുകയാണ് ആക്സസ് ബാർ എന്നൊരു കാര്യമുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ പഠിക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പിന്നെ സമയം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ മലേഷ്യക്ക് പോകേണ്ട ആവശ്യം വന്നു. അന്ന് ഹസ്ബൻഡ് സഡനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഓക്കെ, കാരണം പുള്ളിക്ക് ഭയങ്കരമായിട്ട് നല്ല സ്ട്രെസ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഉറക്കം എന്നൊന്നും സംഭവം ഉണ്ടായിരുന്നില്ല, ഉറക്കമില്ല. അപ്പോൾ ഇത് ഉറക്കമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയിട്ട് ഒന്ന് ആക്സസ് ബാർ റിസീവ് ചെയ്തിരുന്നു. അപ്പോൾ പുള്ളിക്ക് നന്നായിട്ട് ഉറക്കം കിട്ടി. പിന്നെ എനിക്കും അപ്പം നമുക്കറിയാം ഇത് വർക്ക് ആവുന്നുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ആക്സസ് പഠിക്കാൻ പോവാണ് ചെയ്തത്. യാത്ര വേണ്ട, കാരണം എന്തോ എനിക്ക് അങ്ങനെ തോന്നി, ഞാനങ്ങനെ ചെയ്തു. ഓക്കെ, അതിൻ്റെ ആക്സസ് പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഹസ്ബൻഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പുള്ളി നന്നായിട്ട് ഉറങ്ങുന്നു, പുള്ളിയിൽ കുറേ മാറ്റങ്ങൾ വരുന്നു. അപ്പം എനിക്ക് മനസ്സിലാവണം ഇത് പുള്ളിയിൽ വർക്ക് ആവുന്നുണ്ട്, ഇനി എനിക്ക് വർക്ക് ആവുന്നുണ്ടെന്ന കാര്യമാണ്. അപ്പം എൻ്റെ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരുന്നു. പക്ഷെ എൻ്റെ ഇമോഷൻ സ്ട്രോങ് ആകാൻ തുടങ്ങി, നോ പറയാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിക്കുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് മനസ്സിലാവണം ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റീവാണ്. കാരണം നമ്മൾ മെൻ്റലി സ്ട്രോങ് ആയാൽ തന്നെ പകുതി മുക്കാലും കാര്യങ്ങളും മാറും. ഓക്കെ, അപ്പോൾ പല കാര്യത്തിലും ക്ലാരിറ്റി വരുവാണ്, എന്താണ് ചെയ്യേണ്ടതിനെ കുറിച്ച് എനിക്ക് വരുവാണ്. കംപ്ലീറ്റ് ക്ലാരിറ്റി വരുന്ന എൻ്റെ ലൈഫിൽ എനിക്ക് നന്നായിട്ട് എൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ പല കാര്യങ്ങളും വരുവാണ്. അപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ്, ഓക്കെ ഇതിൻ്റെ ഫെസിലിറ്റേറ്റർ ആയ എന്താണ് കുഴപ്പം, കാരണം ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയില്ല ആക്സസ് ബാറിനെ കുറിച്ച്. അപ്പം എന്താണ് എന്നെ കൂടെ ചെയ്യാൻ പറ്റും, കാരണം എനിക്ക് കുറച്ച് സംസാരിക്കാൻ പറ്റുന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റുന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് എനിക്കത് പറ്റില്ല എന്നൊരു തോന്നുന്നു, കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ഇതാണ്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആക്സസിൻ്റെ ഫെസിലിറ്റേറ്റർ ആണ്. ഇവിടെ വന്ന് കുറച്ച് ആൾക്ക് ഇനിഷ്യലി കുറച്ച് ആൾക്കാർ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ
അവരിലും കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ടപ്പോൾ അപ്പം എനിക്ക് കുറച്ചുകൂടെ എനർജി ആയി. കാരണം ഇതിൽ കുറച്ചുകൂടെ കുറേ ആൾക്കാരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ കുറേ ആൾക്കാർ സക്സസ് സ്റ്റോറീസ് വേണം. അങ്ങനെയാണ് ഞാൻ ആക്സിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. ഇത് നമ്മൾ എപ്പോഴും പറയും, ഈ ഒന്നിലേക്ക് എത്തണമെങ്കിൽ അത് നമ്മൾ ആഗ്രഹിക്കുന്നു, ഇല്ലെങ്കിൽ നമ്മൾ അതിനെ ആഗ്രഹിക്കുന്നു. ഇപ്പം യൂണിവേഴ്സൽ എനർജി എന്നാണ് പറയുന്നത്. യൂണിവേഴ്സൽ എനർജി ആഗ്രഹിച്ചിട്ടാണോ ദിവ്യ മാഡം അതിലേക്ക് എത്തിയത്? അങ്ങനെയാണോ? യൂണിവേഴ്സൽ എനർജി നമുക്ക് എല്ലാത്തിനും ഒരു റൈറ്റ് ടൈം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ടൈമിൽ നമ്മൾ റൈറ്റ് ടൈം ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ട കാര്യം. മനസ്സിലായി? എല്ലാം റൈറ്റ് ടൈം ആവട്ടെ എന്നുള്ള സംഭവങ്ങളൊന്നുമില്ല. ഞാൻ ചെയ്ത കാര്യം എൻ്റെ ടൈമിന് റൈറ്റ് ആക്കി മാറ്റി എന്നുള്ള കാര്യം മാത്രമേ ഞാൻ അവിടെ ചെയ്തോളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് എനിക്ക് പോകാം. ഹസ്ബൻഡ് കിടന്നു, പക്ഷെ ഹസ്ബൻഡ് കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു. പക്ഷെ എങ്കിലും ഞാൻ തീരുമാനിച്ച ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഞാൻ ഡിസിഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലൈഫ് ഇങ്ങനെ പോയാൽ പോരാ, കാരണം ആക്സസ് വർക്ക് ആവുന്നുണ്ട്. അപ്പൊ ആക്സസ് പഠിക്കുക, എന്നാലും എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ എൻ്റെ ലൈഫിനെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. മനസ്സിലായി. ഈ യൂണിവേഴ്സ് ആഗ്രഹിച്ചിട്ടാണോ അങ്ങനെ ഒരു ചിന്തയുണ്ടോ? എനിക്ക് അങ്ങനെ ചിന്ത ഒന്നുമില്ല. എന്നെ ആഗ്രഹിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ ഡിസിഷനെ ബെസ്റ്റ് ആക്കി എടുത്തു എന്നുള്ള കാര്യം അത്രേ ഉള്ളൂ. അല്ലാണ്ട് യൂണിവേഴ്സിൽ എന്നെ ആഗ്രഹിച്ചതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾ തീരാൻ ഞാനൊരു യൂണിവേഴ്സ് ഒരു ടൂളായിട്ട് ഒരാളെ വെച്ചു, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് എൻ്റെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് ശിവനെ ഏറ്റുമാനൂര് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കെന്തോ അന്നേരം അങ്ങനെ തോന്നി, ഞാൻ ചെയ്തു. ആ ഡിസിഷൻ ഏറ്റവും ബെസ്റ്റ് ആക്കി എടുത്തു. അത് ദൈവമാണോ യൂണിവേഴ്സൽ എനർജി ആണോ കൊണ്ടെത്തിച്ചതൊന്നും എനിക്ക് സത്യമായിട്ട് അറിയില്ല, ചിന്തിച്ചിട്ടുമില്ല അതിനെക്കുറിച്ച്. അമ്പലത്തിൽ പോകാറുണ്ടോ? ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ എന്നും അമ്പലത്തിൽ പോകുന്ന ഒരാളൊന്നും അല്ല ഞാൻ. ഓക്കെ, പണ്ട് പോയിരുന്നു കേട്ടോ. പക്ഷെ ആർട്സ് പഠിച്ചതിന്റെ മുമ്പ് തൊട്ടേ കുറച്ചൊക്കെ എന്നും പോക്കാണ് നമുക്ക് പിള്ളേരൊക്കെ ഉള്ള അങ്ങനെ പറ്റിയിട്ടൊന്നുമല്ല. എന്നും പോകുന്ന ആളൊന്നുമല്ല, പക്ഷെ എന്നും മനസ്സിൽ പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. എന്നും ഇതുവരെ കിട്ടിയ എല്ലാത്തിനും നന്ദിയുള്ള ആളാണ്. അതാണ് ഏറ്റവും എന്റെ പ്രാർത്ഥന. അതാണ് ഏറ്റവും നന്ദി എന്നുള്ള സംഭവം വേണം ഉറപ്പായിട്ട്. അതാണ് എന്റെ ലൈഫിൽ ഏറ്റവും. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കൂടുതൽ പ്രാർത്ഥന, കൂടുതൽ നന്ദി. ഇപ്പം എല്ലാ ഈ ഒരു മൊമെന്റിന് പോലും ഇപ്പം ഇരിക്കുന്ന പോലും താങ്ക്ഫുൾ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരു സിറ്റുവേഷനിൽ. ഇത് നമ്മളിപ്പം ഈ നന്ദി ഉള്ളവരാവും ആവുക എന്നുള്ളതാണ്. നന്ദിയുള്ളവരാവുക എന്നാണ് മാഡം പറഞ്ഞത്. അത് നമ്മൾ ഇപ്പം പൂർവ്വജന്മമായിട്ടൊക്കെ അത് കണക്ട് ചെയ്യാൻ പറ്റും. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പൂർവ്വജന്മമുണ്ട് അവിടെ നിന്ന്. എന്നുവെച്ചാൽ ആദ്യം നമ്മൾ ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ ഇത് അതെ പാസ്റ്റ് ലൈഫിൻ്റെ കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് പൂർവ്വജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ആത്മാവുണ്ടാവും, അതല്ലേ പിന്നെ പുനരുദ്ധരിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ കാണുന്നു? പാസ്റ്റ് ലൈഫ് ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, സോ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ. ഇപ്പം നമ്മുടെ അമ്മയൊക്കെ ചൂസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളാണ്. ഓക്കെ, അതായത് നമ്മുടെ ഒരു പാസ്റ്റ് ലൈഫിനെ ബേസ് ചെയ്ത് നമ്മളൊരു സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എൻ്റെ സ്റ്റോറി ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്ന ലൈഫിൽ ഇന്ന കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യണം, ഇന്ന കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ അതൊക്കെ എനിക്ക് സ്ട്രഗിൾ ചെയ്യാം, അല്ലെങ്കിൽ അതൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത് സഫർ ചെയ്യാൻ പറ്റുന്ന എന്താ വാട്ടർ ഇറ്റ് ഈസ്, ആ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ആ സമയമാകുമ്പോൾ ഞാൻ വന്ന് ചേരും. ഓക്കെ, പക്ഷെ ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മറന്നു പോവാണ്. ഞാൻ എന്തൊക്കെ എഴുതി വെച്ചെന്നൊന്നും, അതായത് ഞാൻ എഴുതിയ സ്ക്രിപ്റ്റിൽ, ഞാൻ ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ, ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ ഞാൻ ഒന്നും അറിയാതെ പ്ലേ ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇതാണ് ശരിക്കും സംഭവിക്കുന്ന കാര്യം. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇൻഫിനിറ്റ് ബീയിങ് ആണ്. അതായത് നമുക്ക് ഭയങ്കര ശക്തി, നമ്മുടെ ചിന്തയ്ക്ക് ഭയങ്കര ശക്തിയാണ്, അല്ല നമുക്ക് ഭയങ്കര ശക്തിയാണ്. നമ്മൾ എന്ത് എഴുതിയാലും അതിനെ മാറ്റി എഴുതാൻ നമുക്ക് പറ്റും. അതാണ് നമ്മുടെ ചിന്തയുടെ ശക്തി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ലൈഫ് അതാണ് പറഞ്ഞത്. നമ്മൾ എന്തും എഴുതിക്കൊണ്ട് വന്നോട്ടെ, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊക്കെ വന്നോട്ടെ, പക്ഷെ നമുക്ക് അതിനെ മാറ്റിയെടുത്ത് നമുക്ക് ഇഷ്ടം നമ്മൾ ലൈഫിനെ ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് ആക്സസ് പറയുന്ന കാര്യം. ചൂസ് ചെയ്യും, നമ്മൾ ലൈഫിനെ നമുക്ക് ചൂസ് ചെയ്യാം. എങ്ങനെയുള്ള ലൈഫായിരിക്കും ഉള്ള കാര്യം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പാസ്റ്റ് ലൈഫിനെ ബിലീവ് ചെയ്യുന്നു, പാസ്റ്റ് ലൈഫ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്നു, നമ്മളതിൽ ജനിക്കുന്നു. പക്ഷെ ബാക്കിയുള്ള കാര്യം നമ്മുടെ ചൂസാണ്. എങ്ങനെ നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം അതിലും വിശ്വസിക്കുന്നു. ആത്മാവിൽ വിശ്വസിക്കുന്നുണ്ടോ? ആത്മാ ഓഫ് കോഴ്സ് കാണും. കാരണം ആത്മാവില്ലെങ്കിൽ താങ്കൾ പറഞ്ഞ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ പുനർജന്മം ഉണ്ടാവില്ല. അപ്പോൾ പലരും പറയും നമുക്ക് ഇവിടെയൊക്കെ ഒരു 100ഓളം അല്ലെങ്കിൽ നമുക്ക് തട്ടി നടക്കുന്ന രീതിയിൽ പല ആത്മാക്കളും നിൽക്കുന്നുണ്ട്. അവർ നമ്മളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്, അവരുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്.
അതൊക്കെ എത്രത്തോളം ശരിയാണ്? എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് ഓരോ റിസർച്ച് ചെയ്യുന്ന വ്യക്തിയല്ല. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഈ ആത്മാവ് കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് പോകാത്ത ഒരാളാണ്. ഓക്കെ, കാരണം അങ്ങനെ ആത്മാവ് ഉണ്ടെന്ന് അറിയാം. ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോട്ട് ശ്രമിച്ചിട്ടില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആക്സസ് ബാറിൽ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും. എൻറ്റിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യാം. പക്ഷെ ഞാൻ അതിലേക്കൊന്നും പോകാറില്ല. പേടിയാണോ? പേടിയായിട്ടല്ല. സോ നമുക്ക് എന്നെ സംബന്ധിച്ച് ഈ ഒരു ആക്സസ് ബാറിനെ ഒരു സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്യണോ അല്ലെങ്കിൽ എൻറ്റിറ്റി ആയിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ കംപ്ലീറ്റ് ഗോൾ ഓറിയന്റഡ് ആയിട്ട് വ്യക്തിയാണ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരും അവരുടെ ലൈഫിൽ ഒന്നെങ്കിൽ തകർന്നിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പം അവരെ അങ്ങോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടീവ് അല്ല ലക്ഷ്യം എന്ന് പറയുന്ന കാര്യം. അപ്പം ഞാൻ എനിക്ക് വേണ്ടത് കാര്യത്തിലുള്ള കാടുകൾ പോയിട്ട് ഒരു കാര്യം കൂടെ, ചിലർക്ക് ഇപ്പം എല്ലാവർക്കും മണി ബ്ലോക്ക് മാത്രമല്ല, ലൈഫ് നല്ല സേവായിട്ട് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ചില വീടുകളിൽ ചെന്ന് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില നെഗറ്റീവ് എനർജികളുടെ പ്രശ്നങ്ങൾ അവർ പലപ്പോഴും പറയാറുണ്ട്. മാഡത്തിൻ്റെ അടുത്തും അങ്ങനെ കാര്യങ്ങൾ വന്നിട്ടുണ്ടോ? ഇല്ല, എൻ്റെ അടുത്ത് അങ്ങനെ നെഗറ്റീവ് ഇവലൈസ് കാര്യങ്ങൾ ആക്സസ് എല്ലാത്തിനും ടൂൾസ് ഉണ്ട്. ഈ പറയുന്ന എൻറ്റിറ്റിക്ക് ടൂൾസ് ഉണ്ട്, ഈ പറയുന്ന ഇവലൈസിന് ടൂൾസ് ഉണ്ട്, എല്ലാത്തിനും ടൂൾസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കണ്ണേറോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരാളുടെ ചിന്ത നമ്മുടെ 98% ചിന്തകളും നമ്മുടെ അല്ല എന്നുള്ളതാണ് സത്യം. വേറെ ആരൊക്കെ നമ്മളിലേക്ക് തരുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് തന്ന ആൾക്കാരെ തിരിച്ചുവിടാൻ പറ്റും. അതിനുള്ള ടൂൾ ആക്സസിലുണ്ട്. ഇത് പറയാൻ കാരണം ഞാനൊരു വേറൊരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾ വാട്സപ്പ് മെസ്സേജിൽ പോലും നിങ്ങൾക്ക് കൂടോത്രം ചെയ്ത് വിടാം എന്നുമൊരു സാധനം വന്നു. അപ്പം ഞാൻ ഇത് എങ്ങനെയാണിത്, ഇതിലൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. അഡ്വാൻസ്ഡ് ആയിരിക്കും എന്നൊക്കെ പറയാം. അപ്പം നമുക്ക് ഇപ്പം ഈ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സ്ഥലത്ത് പോയിട്ട് വന്നാൽ ഉപ്പ് വെള്ളത്തിൽ കുളിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓറ ക്ലീൻ ചെയ്യുന്നത് അങ്ങനെയൊക്കെ, അപ്പൊ അതൊക്കെ ഒരു യാഥാർത്ഥ്യം നിൽക്കുകയല്ലേ? അങ്ങനെയൊക്കെ ഉള്ളവരെ അതൊക്കെ സത്യമാണ്. അതായത് ഉപ്പ് വെള്ളത്തിൽ കുളിച്ച് നമ്മൾ ഓറ ക്ലൻസ് ചെയ്യാൻ പറ്റും. ഉപ്പ് കൊണ്ട് നമ്മുടെ കൈയും ഒക്കെ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്ത് നമ്മൾ ഓറ ക്ലൻസ് ചെയ്യാൻ പറ്റും. ഉപ്പ് കൊണ്ട് നമ്മുടെ ഫ്ലോർ തുടച്ച് കഴിഞ്ഞ് നമുക്ക് നെഗറ്റീവ് കുറച്ച് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, ദൈവം ഉണ്ടെങ്കിൽ പിശാചും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാം ഉണ്ട്. മനസ്സിലായോ? കുറച്ച് ടൂൾസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അതിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക്. ഇപ്പൊ നമുക്ക് എന്താ പറയാ കണ്ണേറോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊക്കെ തിരിച്ചുവിടാൻ പറ്റും. ഇത് എല്ലാത്തിനും ടൂൾസ് ഉണ്ട്. അതാണ് ആക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എല്ലാത്തിനുള്ള കംപ്ലീറ്റ് സൊല്യൂഷനാണ് ആക്സസ്. എന്നാൽ ഒരു ചോദ്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. കാര്യം ഞാനിപ്പോൾ ഒരു വീട് വയ്ക്കാൻ ഉദ്ദേശിച്ചു. എനിക്ക് ഇപ്പോൾ വാസ്തു നോക്കുന്ന കൺസൾട്ടൻറ്റും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ ഭൂമിയിൽ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ്. എനിക്ക് വീട് വയ്ക്കാൻ ഞാനിപ്പം അത് വാസ്തു നോക്കാതെ ചെയ്യാൻ പോവാണ്. ആക്സസ് തന്നെ എന്തെങ്കിലുമൊക്കെ വീട് വയ്ക്കുന്നതായിട്ട് ബന്ധപ്പെട്ടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം, നിങ്ങൾ ഈ മുറി ഇങ്ങനെ വയ്ക്കാം എന്നൊക്കെ ഉള്ള നിർദ്ദേശം കൊടുക്കാനുള്ള? ഇല്ല, ആക്സസിൽ അങ്ങനെയൊന്നുമില്ല. ആക്സസ് വേണം. നിങ്ങൾക്ക് ഒരു വീട് വേണമെങ്കിൽ ആ വീട് നേടിയെടുക്കാൻ നിങ്ങൾ ആക്സസ് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് നല്ലൊരു പ്ലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്ലോട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്യാൻ വേണ്ടി ആക്സസ് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ 5 പൈസ പോലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു വീട് വെക്കാൻ വേണ്ടി ആക്സസ് ഹെൽപ്പ് ചെയ്യും. സ്റ്റേറ്റ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയുള്ള ഹെൽപ്പ് വരും. ഒരു വീട് വാസ്തുവായിട്ടൊന്നും ആക്സസിന് ഒരു കണക്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ ഇന്ന സ്ഥലത്ത് ആ മുറി വെക്കൂ അപ്പം അങ്ങനെയൊന്നുള്ള ഇല്ല, അതൊന്നുമില്ല. ഞാൻ പറഞ്ഞ ഇതൊക്കെ നേടാനുള്ള പോസിബിലിറ്റീസും കാര്യങ്ങളും ആക്സസ് നമുക്കുണ്ട് ഈസി ആയിട്ട്. അതും കൂടെ എനിക്ക് വ്യക്തമായിട്ട് പറയാം, ഈസി ആയിട്ട് ആക്സസ് വരും.